സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ജുറാസിക് ക്രാഷ്. പിന്നെ നമ്മൾ വേസ്റ്റ് പറഞ്ഞു വരുന്നേരാം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ മണ്ടനായിട്ടാണ്. ഈ മണ്ടനം കൊണ്ടിന്ന് തണ്ടാൻ ഇറങ്ങണം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ, മൂപ്പർക്ക് ഒരു പണിയും കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിൻ്റെ മുന്നേ ഫുഡൊക്കെ വളരെ കുറവാണ്, പകുതിയേറ്റാനേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഉടനെ പിടിച്ച് തിന്നിക്കില്ലെങ്കിൽ 8ൻ്റെ പണിയാവും. അതുകൊണ്ട് വേഗം പോകണം. അതുകൊണ്ട് ഇങ്ങനെ തൊയഞ്ഞ് ഇത് ആരെ ഏരിയകളി സാധാരണ എനിക്ക് മനസ്സിലാകും. റാപ്റ്റർ എൻ്റെ അമ്മോ, അതിൻ്റെ ഏരിയ തന്നെ. റാപ്റ്റർ ഏരിയ, അലോസോറസ്. ഇവിടെ നിൽക്കുന്ന സേഫല്ല മോനെ. ടീറക്സിൻ്റെ അടുത്തേക്ക് ഓടിക്കോ, അതാകുമ്പോൾ കുറച്ചുകൂടെ സേഫ്. വന്ന് രാവിലെ തന്നെ വന്ന് പെട്ടത്, രാത്രി വന്ന് പെട്ടത് അവന്മാരെ മുമ്പിൽ തന്നെ. ബെസ്റ്റ്. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ച ആളാരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ എറടോ ഓക്കെ ഗ്ലിച്ചായതായിരുന്നു, അതായിരുന്നു സംഭവം, വേറൊന്നല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർണോ ടോറസിൻ്റെ ഏരിയയിലോട്ടാണ്. അപ്പോൾ കാർണോ ടോറസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇത്രയുണ്ട്. അപ്പോൾ അവിടം വരെ നടന്ന് ഓടി ചാടി പോകണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം. മാത്രമല്ല മൂപ്പരെ പോയിട്ട് ചൊറിയുക, കടിക്കുക, ഓടുക തന്നെ പരിപാടി. പിന്നെ വയലിൽ കാണുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ഫുഡ് അടിക്കുകയും വേണം. എന്താ കാരണം എന്ന് വെച്ചാൽ തീരും ഫുഡില്ല, ഫുഡ് വളരെ കുറവാണ്. പിന്നെ എന്തിനും ഞങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം ചാടൽ പ്രക്രിയയിലൊക്കെ മൂപ്പര് ബെസ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഡീനോസൂക്കസ്, അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ കണ്ടത്. അത് തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ. പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയുക. അതാ പിടിക്കടവനെ. അയ്യോ, പിടി. ആരോ വയ്യ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആരുമില്ല. പച്ചനെ പിടി. അവൻ്റെ ലൈഫാണ് ഞാൻ കുറച്ചത്. പിടി. കടിച്ച്. പക്ഷേ ഇത് മറ്റേ റാപ്റ്ററുകളെ പോലെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ നോക്കുന്നത്. പോയി കടിക്കുക എന്നല്ലാണ്ട് അള്ളിപ്പിടിച്ച് നിൽക്കുന്നില്ല. ഓക്കെ, കൊന്ന്. ടീറക്സ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. നേരം അങ്ങനെ പരപരാന്ന് പിളരുന്നിട്ടുണ്ട്. പിളരുന്നതെന്ന് പറഞ്ഞാൽ പുലർന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവനെന്താ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്? ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാണ്, ഒന്ന് വേഗം പോയി ലൈക്ക് അടിക്കുക. വെറുതെ ഇങ്ങനെ നോക്കിക്കുത്തിരിക്കില്ല, എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ പുഷാവുള്ളൂ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാത്തതല്ലല്ലോ. നിങ്ങളെ ഒരു ലൈക്ക് കാണുന്നവരാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കുക. ഓക്കെ, അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം. എന്നിട്ട് വേണം നേരെ കാർണോ ടോറസിൻ്റെ ഏരിയയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് കുറേ ദൂരം പോകാനുണ്ട്. പെട്ടെന്നൊന്നും നമ്മൾ നടന്ന് അവിടെ എത്താൻ സാധ്യത കുറവാണ്. പുതിയൊരു മുതല ദിനോസർ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലുണ്ട് എന്നാണ് ഗെയിമുള്ള ഇതിൻ്റെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഐറ്റുകളൊന്ന് ശ്രദ്ധിക്കണം. അതിന് ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അതായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായിട്ടും കളിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ സ്റ്റെഗോസോറസ് ആയിട്ടും കളിക്കാൻ സാധിക്കും. സ്റ്റെഗോസോറസ് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. മനസ്സിലാകാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. സ്റ്റെഗോസോറസ് എന്ന് പറഞ്ഞാൽ വാലിൻ്റെ ബാക്കിൽ ഒരു മുള്ളുള്ള ചങ്ങായിയാണ്. അതായത് ഏതാണ്ടൊരു തലതിരിഞ്ഞ് വെജിറ്റേറിയനാണ്, എന്നാലും വിവരമില്ലാത്തവനാണ്. വെറുതെ കാണുന്ന ആൾക്കാരൊക്കെ പിടിച്ചടിക്കും. നമ്മൾ കാർണോ ടോറസിൻ്റെ ഏരിയയിലെ ഒരു ഏരിയ വഴി വളഞ്ഞു പോകേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം നടന്നാലൊന്നും അവിടെ എത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഓടി തന്നെ പോകണം. ഇങ്ങനെ ഓടി. ഹലോ എങ്ങോട്ടാ? അങ്ങോട്ടന്നെ. അയ്യൊരു പുഴ കടക്കണം. പുഴ കടന്നാൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. പുഴ കടക്കണം. മാറിക്ക്. ഇവനുണ്ടല്ലോ. ഇനി പുഴ കടന്ന് അവിടെ എത്തണം.
ഇവിടെ ഏതാണ്ട് സ്പൈനോസോറസിൻ്റെ ഏരിയ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഉള്ളതാണോ എന്നറിയില്ല. എന്നാലും ഒന്ന് ചാടി നോക്കട്ടെ. അമ്മക്കുണ്ടാ പേടി. ചാടേ നിന്നുണ്ട്. ഇതോ മുങ്ങിപ്പോയി. ഓ ശ്വാസം കിട്ടാണ്ട് ഇപ്പോൾ ചത്തേനെ. പൊട്ടേ ഹൊയ് 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 എത്തി 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 കയറി 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 ചങ്ങായി. ഇതൊക്കെ വെള്ളത്തിൽ വീണിച്ച സ്കിന്നൊക്കെ ഒരു കളറ് മാറിയ പോലെ. ആരാ ആരാത് ആരാത്? ആ ഒന്ന് പേടിപ്പിക്കാനായിട്ട്. നമുക്ക് പേടിയൊന്നുമില്ലേ, വെറുതെ പറഞ്ഞ. എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി ഇത് തന്നെയല്ലേ? തെറ്റിപ്പോയോ? ഇത് തന്നെയാണല്ലോ. ഓ നമ്മൾ നിൽക്കുന്ന കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. നമ്മൾ അപ്പുറത്തെ കരയിലോട്ട് അതായത് ഏകതാണ്ട് ഈ ഒരു ഏരിയ ഇവിടെയാണ് കാർണോട്ടോറസ് ഉള്ള സ്ഥലം. അവിടെ അതാ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. കാർണോട്ടോറസ് ഫൈറ്റ്. ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. നമുക്കതിൽ ഇടപെടാണ്ട് ഇരോടി പോവാം. എന്ത് കാർണോട്ടോറസിനെ പിടിച്ച് ചൊറിയാൻ നിൽക്കണം. അത് ആയില്ല. മൂല ഫൈറ്റ് എന്താണെന്ന് അറിയണമല്ലോ. ഒയ്യോ 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 അങ്ങോട്ടാ ആ അങ്ങോട്ട് പോട്ടെ. ഇന്നത്തെ മെയിൻ ലക്ഷ്യവും അതാണ്. ഇരുടാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഏതാണ്ടൊരു സന്ധ്യേൻ്റെ ലുക്കായി വരുന്നുണ്ട്. അതുകൊണ്ട് പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരുത്തനെ കാണേണ്ടതാണല്ലോ. ഓ അവിടെ ഉണ്ട്. അയ്യ, ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് ഈറ്റകൾ വിളിക്കാം. എന്നാൽ പിന്നെ മാത്രമേ ഈറ്റകൾ വരുള്ളൂ. ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറുക, ഇങ്ങനെ ചാടി അള്ളി പിടിച്ച് ഒന്നുകൂടെ ചാടി അള്ളി പിടിച്ച് ഒന്നുകൂടെ ചാടി അള്ളി പിടിച്ച് നടന്നോ താഴോട്ട് ഊരി പോകല്ലേ പോകുന്നുണ്ടോ? ഉണ്ടെന്ന് എൻ്റെ ഒരു ബലമായ സംശയം. അള്ളി പിടിച്ച് നിൽക്കാനും പറ്റുന്നില്ലല്ലോ. അന്നവിടെ നിന്നോ. അയ്യോ ദാ പോന്ന് ചാട് ആക്കേ. ചാടാൻ പറഞ്ഞിട്ട് കുത്തിരിക്കുന്ന ഇതെന്തിങ്ങനെ? ഗെയിം ചെറുതായിട്ടൊന്ന് ക്രാഷായിരുന്നു. അതുകൊണ്ടായിരുന്നു ചെറുതായിട്ട് അവിടെ നിന്ന് ഗ്ലിച്ചായിപ്പോയി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാർണോട്ടോറസിൻ്റെ ഏരിയൻ്റെ അടുത്ത് തന്നെയാണ്. അതായത് ബൗണ്ടറി തന്നെയാണുള്ളത്. പക്ഷെ കാർണോട്ടോറസ് നമ്മൾ കണ്ടിട്ടില്ല. ഫുഡ് വളരെ കുറവാണ്. നേരത്തെ ഫുള്ളാക്കിയതായിരുന്നു, പെട്ടെന്നൊന്ന് ക്രാഷായി. ഇപ്പോൾ പിന്നെയും റീസ്റ്റാർട്ട് അടിക്കേണ്ടി വന്നു. അതാണ് പറ്റിയത്. അവനെവിടെ? കാർണോ അതാ വെള്ളത്തിൽ കൂടെ നീന്തുക. പണി ഞാൻ തരാം. ഇല്ല, ഒരു മിനിറ്റ്. കാണുന്നില്ല അവന്. കണ്ടില്ലേ? ഇവൻ നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് പണി തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് എന്ത് വർത്താനം പറയും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വാച്ച് ചെയ്യണം. അതായത് അവന്മാരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെ നമ്മളെ പിടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നോക്കുന്നുണ്ട്. എന്താടാ ഏറ്റുമുട്ടാനുണ്ടോ? എന്തായാലും നമ്മൾ ഏറ്റുമുട്ടൽ ഇതുവരെ നടത്തിയിട്ടില്ല. അതായത് ഒന്നിനായിട്ട് ഫൈറ്റ് കഴിഞ്ഞതാണ്, അതായത് ഫുഡിന് വേണ്ടി. അപ്പം നമ്മൾ കാർണോട്ടോറസുമായി ഒരു ഫൈറ്റ് അങ്ങ് എടുത്തേക്കാം. വെറുതെ എന്തിനായിരുന്നു നമ്മുടെ വില കളയണ്ടല്ലോ. മാസ് എൻട്രി ആയിക്കോട്ടെ. എഡിറ്റർ മാസ്സാക്കി കാണിക്കൂ. മതി ഓവറായിട്ട് ആക്കണ്ട. വേടാ കണ്ട് വരുന്നുണ്ട്. വരട്ടെ. ഫൈറ്റ് നമുക്കെടുക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട് ഗോ. ഓക്കെ ഫൈറ്റ് നടക്കുകയാണ്. ഗ്ലിച്ചാ ആകുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. മൊബൈൽ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും. കടി ഓൻ്റെ ഊരമെന്ന് ഞാൻ ഇറച്ചെടുത്ത് കാണിച്ചു തരാം. കടി അത്രേ ഉള്ളൂ. അങ്ങനെ ധീരമായി നമ്മളൊരു കാർണോട്ടോറസിനെ തട്ടി. ഞാനും പ്രതീക്ഷിച്ചതല്ല ഈ സാധനം. ഒരു കാർണോട്ടോറസിനെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. പക്ഷെ നമ്മുടെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായ മട്ടാണ്. എന്തായാലും നമ്മളതൊന്നും നോക്കുന്നില്ല, ഫുഡ് അടിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ സ്ഥിതിക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.